ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുത്തപ്പൻ്റെ അടുത്ത് പോവാം. പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ സന്നിധിയിലേക്ക് ചെറിയൊരു യാത്ര. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, മക്കളെ എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി ഇറങ്ങുന്ന ടൈമിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങളിപ്പോൾ കുപ്പത്തെത്തി. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് കേട്ടോ പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര. നമുക്ക് കണ്ണൂരുകാർക്ക് ഏറെ പ്രിയപ്പെട്ട, ഇപ്പം ഗൾഫിൽ നിന്നായാലും പ്രവാസികളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ അടുത്ത് പോകാണ്ട് ഒരാളും തിരിച്ചു പോകില്ല. അതല്ല, പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്നവരായാലും മുത്തപ്പനെ കാണാണ്ട്, അതും പറശ്ശിനിക്കടവ് തന്നെ പോയിട്ട് മുത്തപ്പനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഭൂരിപക്ഷം ആൾക്കാരും യാത്ര പോകും. അത്രയ്ക്കൊരു വിശ്വാസവും ഒരു പ്രത്യേക ഒരു അനുഭൂതി കൂടിയാണ് മുത്തപ്പ സന്നിധിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് വിശ്വാസമാണ് എല്ലാവർക്കും. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് മടപ്പുരകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അടുത്തടുത്തുള്ള. എന്നിരുന്നാൽ പോലും നമുക്ക് ഏറ്റവും സംതൃപ്തി എന്ന് പറഞ്ഞാൽ എത്ര തന്നെ ഉണ്ടായാലും നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് എത്താണ്ട് നമുക്ക് സമാധാനം കിട്ടില്ല. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ധർമ്മശാലയ്ക്ക് കഴിഞ്ഞു കേട്ടോ. സ്നേക്ക് പാർക്കിൻ്റെ അടുത്ത് എത്തി. സ്നേക്ക് പാർക്ക്, സൂ. സ്നേക്ക് പാർക്കിലൊക്കെ കുറേ തവണ കയറിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറാനൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ വിസ്മയ വാട്ടർ തീം പാർക്ക്. അപ്പോൾ ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങാൻ നിന്നില്ല, തിരക്ക് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് വണ്ടിയും കൊണ്ട് പിന്നെ അധികം റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് പടികളിറങ്ങി താഴോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ രാവിലെ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ മുത്തപ്പനും തിരുപ്പനൊക്കെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് മുത്തപ്പനും തിരുപ്പനൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. കുഞ്ഞി പട്ടിക്കുഞ്ഞിനെ നോക്കി, ഇതൊന്നല്ല കേട്ടോ, കുറേ എണ്ണം ഉണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഞങ്ങൾ പടികളിറങ്ങി താഴോട്ട് പോവുകയാണ്. കുറച്ചൊന്നല്ല കേട്ടോ, കുറച്ച് അധികം നടക്കാനുണ്ട്. ഇറങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, മുകളിലേക്ക് വരുമ്പോഴായിരിക്കും. എന്ന് വെച്ചാൽ പടികൾ കുത്തനെയുള്ള പടികളാണ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും.
നമ്മുടെ ദേവസ്വം രാജ. ദേവസ്വം കാണുന്നില്ല എൻ്റെ വീഡിയോഗ്രാഫർ. അപ്പോൾ ഞങ്ങളിങ്ങനെ പടികളൊക്കെ ഇറങ്ങി താഴോട്ട് പോവാണ്. എത്തിയില്ല കേട്ടോ, കുറച്ചധികം നടക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തിരിച്ച് കയറുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ കുത്തനെയുള്ള പടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ അടുത്ത് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പട്ടിക്കുട്ടന്മാർ ഒരെണ്ണം പോലും ഒരാളെ പോലും ഉപദ്രവിക്കില്ല. എവിടെ നോക്കിയാലും ഉണ്ടാവും, പക്ഷെ ഒന്നുപോലും ഒരാളെ ഉപദ്രവിക്കില്ല. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വഴിയിൽ മുത്തപ്പൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ അവിടെ ഒരു ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ചോന്നമ്മ ഭഗവതി കോട്ടം, ചോന്നമ്മയുടെ പ്രതിഷ്ഠയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി തൊഴുതില്ല, തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് താഴോട്ട് നടക്കുവാണ്. കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളൊരു 7 മണി 7:15 ആ ടൈമിൽ നമ്മൾ അവിടെ എത്തിയായിരുന്നു. കടകളൊക്കെ ഓരോന്നായിട്ട് തുറന്നു വരുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും ഫാൻസി ഐറ്റംസും എപ്പോഴും ഉണ്ട് കേട്ടോ പറശ്ശിനിക്കടവിൽ. പിന്നെ എപ്പോഴും ഇതുപോലുള്ള കടകൾ എല്ലായിടത്തും ഉണ്ട്. അമ്പലത്തിൻ്റെ അകത്ത് അവിടെ തന്നെ കച്ചവടക്കാരുടെ ഇടയിൽ തന്നെ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി കേട്ടോ അകത്തോട്ട്.
ചോറൂണ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് തുടങ്ങിയിരുന്നു. 7:30 സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ അവിടെ ചെരുപ്പൊക്കെ അഴിച്ച് വെച്ച് പുഴയിലിറങ്ങി കാലൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിനകത്തേക്ക് കയറുക. രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ നമ്മൾ ദേവൂട്ടൻ ഷോക്സ് ഊരി വെക്കാണ്ട് ഷൂ മാത്രം ഊരി വെച്ചിട്ട് കാല് കഴുകാൻ വന്നു കേട്ടോ പുഴയിലേക്ക്. എന്നിട്ട് അവർ രണ്ടുപേരും രണ്ടാമത് ആദ്യം പോയി അഴിച്ചു വെച്ചിട്ട് കാല് കഴുകാൻ വരുന്നതാണ്. വെറും പോക്കിരിയാട്ടോ. അപ്പോൾ ഞങ്ങൾ കാലൊക്കെ കഴുകി അകത്തോട്ട് കയറി. നടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി കേട്ടോ. എടുത്തോ, കുഴപ്പമില്ല, വീഡിയോ. ഞങ്ങൾ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ പ്രസാദം കഴിക്കാൻ പോകണം. നല്ല തിരക്കാണ്. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് നടന്ന ശേഷം അവിടുന്ന് കുറച്ച് ചന്തയിലൊക്കെ കയറി നോക്കി കേട്ടോ. ഞാൻ അവിടുന്ന് ഒരു വിളക്കും നിലവിളക്കും ഒരു സരസ്വതിയുടെ ഫോട്ടോ ഫ്രെയിമും നമ്മുടെ മുത്തപ്പൻ്റെയും തിരുവപ്പനയുടെ ഒരു വലിയൊരു ഫോട്ടോ ഫ്രെയിം കൂടി വാങ്ങി കേട്ടോ. ഒക്കെ കഴിഞ്ഞ് അവർക്ക് കളിക്കാനുള്ളതും കൂടി വാങ്ങി. ലുഡോ ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടി കളിക്കാൻ വേണ്ടി ലുഡോ ബോർഡും വാങ്ങി. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി വന്നു. അയ്യോ ഗൈസ്, നടന്ന് തളർന്നുപോയി. കുത്തനെയുള്ള പടികളായതുകൊണ്ട് വല്ലാണ്ട് ക്ഷീണം പിടിച്ചിരുന്നു കേട്ടോ മുകളിലെത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.